ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഓർത്തിരിക്കുന്ന അതിഭീകരമാം വിധം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയധികം ഇമോഷണലി ടച്ച് ചെയ്തിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് ഇംതിയാസ് അലി. അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ മേ വാപ്പസ് ആവുങ്ക തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്താ പറയുക, തിയേറ്ററിൽ ഏറ്റവും ലാസ്റ്റ് ഈ ക്രെഡിറ്റ്സ് ഒക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് വെച്ചാൽ ടൈറ്റിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഉള്ളിലൂടെ കടന്നു പോകുമായിരുന്നു. എന്താ ഞാനിപ്പോൾ കണ്ടത്, ഒരു നോവൽ പോലെ. കാര്യം ഒരു ജീവിതം മുഴുവനാണ് ഒരാളുടെ ഒരു കൗമാരം ടു യൗവനം ആ ഫേസിൽ നിന്ന് തുടങ്ങിയിട്ട് അയാളുടെ 95-ാം വയസ്സിൽ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ, അയാൾ ജീവിച്ചു തീർത്ത ജീവിതത്തിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ്, അതിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരാളുടെ ജീവിതത്തിലെ ഓരോ മൊമെൻറ്റ്സും അത്ര തീക്ഷ്ണമായിട്ടുള്ളൊരു പ്രണയം അവിടെയുണ്ട്, രാജ്യസ്നേഹം അവിടെയുണ്ട്. അതിർത്തികൾ ഉണ്ടാക്കപ്പെടുമ്പോൾ വിഭജിക്കപ്പെടുന്ന ജനങ്ങളും അവരെ ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ ആ അവസ്ഥയെ മുതലെടുക്കുന്ന ആളുകളും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് എന്തൊരു വലിയ ക്യാൻവാസിലാണ് അവർ ആ കഥ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു മൈറ്റ് ഇരിക്കുന്ന ഇവിടെയാണ്, അവരുടെ പവർ ഇരിക്കുന്ന ഇവിടെയാണ്. പക്ഷേ അവിടെ ഈ സിനിമകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇപ്പോൾ റീമേക്ക് സിനിമകൾ, കുറേ പ്രൊപ്പഗൻഡ സിനിമകൾ, ഇതൊന്നും പറഞ്ഞ് ഫണ്ണാണെന്ന് പറഞ്ഞുള്ള ഡബിൾ മീനിങ്ങും വൃത്തികേടും എല്ലാം കുത്തിക്കയറ്റി വേറൊരു സെറ്റ് ഓഫ് സിനിമകൾ, പിന്നെ സ്പൈ യൂണിവേഴ്സ്, പ്രേത യൂണിവേഴ്സ്, ഇതൊക്കെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ പോവാണ്. പക്ഷേ ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ പവർ എവിടെ ഇരിക്കുന്നതെന്നറിയോ? വളരെയധികം വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അവർ. അപ്പം അവർക്ക് എത്ര തരം കൾച്ചറുകളുണ്ട്, എത്ര വിശ്വാസങ്ങളുണ്ട്, എത്ര മനുഷ്യരുണ്ട്, എത്ര തരം മനുഷ്യരുണ്ട്, എത്ര തരം വസ്ത്രധാരണ രീതികളുണ്ട്, എത്ര അതിർത്തികളുണ്ട്, അതിരുകളുണ്ട്. അവിടെയൊക്കെ മനുഷ്യർക്ക് എന്തുമാത്രം കഥകളുണ്ട്. ഇതെല്ലാം പറയാൻ പറ്റുന്ന, അതിനെ ഏറ്റവും നന്നായി മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരുപക്ഷെ ഒരു രാജ്യത്തിൻ്റെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഈ ചവറ് പടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു രത്നം പോലത്തെ ഒരു സിനിമ ഇറങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും. ശരിക്കും ബോളിവുഡ് സിനിമയുടെ മൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമീപകാലത്ത് അത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഗംഭീര സിനിമയാണ് മേ വാപ്പസ് ആവുങ്ക. ഈ സിനിമയുടെ ട്രെയിലർ റിലീസായ സമയത്ത് അത് കണ്ടിട്ട് ഇതെന്തായാലും തിയേറ്ററിൽ കാണണം, ഇതിൻ്റെ അകത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ആ ആഴ്ച വേറെ സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സിനിമകളാണ്, നമ്മൾ മലയാള സിനിമകളാണല്ലോ കൂടുതൽ പ്രിഫർ ചെയ്യുക ഫസ്റ്റ് ദിവസങ്ങളിൽ കാണാൻ. അങ്ങനെ ആദ്യത്തെ 2 ദിവസം ആ സിനിമകൾ കണ്ടു. ഞായറാഴ്ചത്തേക്ക് കാണാമെന്ന് വിചാരിച്ചപ്പോഴേക്കും തിരുവനന്തപുരത്ത് പിന്നെ ഈ സിനിമയ്ക്ക് ഷോ ഇല്ല, സിനിമ തിയേറ്ററിൽ നിന്ന് പോയി. പക്ഷേ അതിനുശേഷം ഒരുപാട് ആളുകൾ പറയുന്നത് ഗംഭീര സിനിമയാണ്. കഴിഞ്ഞ ദിവസം വിനീത് ശ്രീനിവാസൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റേറ്റസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ഗംഭീര സിനിമയാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ തിരുവനന്തപുരത്ത് ലുലുവിൽ മാത്രം ഷോസ് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ എവിടെയെങ്കിലും ഈ സിനിമ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ കളിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയി കാണണമെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഈ സിനിമ ഒരു പ്രണയകഥ എന്നുള്ളതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ കുറച്ച് ഹ്യൂമറിനുള്ള സാധ്യതകൾ എന്നുള്ളതിനപ്പുറത്തേക്ക്, അതുമല്ലെങ്കിൽ ഈ ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഹ്യൂമാനിറ്റിയോട് പറയാനുള്ള ഒരു വലിയ സാധനം ഇതിൻ്റെ അകത്തുണ്ട്. ഒരു കിടിലൻ സിനിമ ഇതിൻ്റെ അകത്തുണ്ട്. അത് നിങ്ങൾ കാണണം, കണ്ട് വിജയിപ്പിക്കണമെന്നേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നസറുദ്ദീൻ ഷാ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹം വയസ്സായി, അദ്ദേഹത്തിന് പെട്ടെന്നൊരു തോന്നലുണ്ടാകുന്നു പാകിസ്ഥാനിലേക്ക് പോകണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുന്നു. അദ്ദേഹത്തിന് അതിർത്തിയിൽ തടഞ്ഞു വെക്കുന്നു. അദ്ദേഹം മരണാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കൊച്ചുമോൻ UK നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. അതിനുശേഷം ഈ അപ്പൂപ്പൻ പറയുന്നത് എന്താണെന്നുള്ളത് അവൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇവന് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളൂ. അവിടെ നിന്ന് അൺഫോൾഡ് ചെയ്യപ്പെട്ടു തുടങ്ങുന്നൊരു കഥയാണ്. ആ കൊച്ചുമോൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ദിൽജിത്ത് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ഷർവരി എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ജിയ എന്ന് പറയുന്ന ഇയാളുടെ ഈ ലവ് ഇൻട്രസ്റ്റ്, നസറുദ്ദീൻ ഷായുടെ യൗവനകാലത്തെ അയാളുടെ പ്രണയം എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ളത് അവരാണ്. വേദാങ് റൈനയാണ് ഈ നസറുദ്ദീൻ ഷായുടെ ഈ യൗവന കാലഘട്ടം ചെയ്തിട്ടുള്ളത്. എന്തൊരു പെർഫോമൻസ് ആണ് ഇവർ, എന്ത് ഗംഭീര. നസറുദ്ദീൻ ഷാനെ കുറിച്ചൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ, ഞാൻ പുകഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സിനിമ സ്നേഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് അറിയാത്തത്. അതിനെ ഈ പ്രായത്തിലും ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ഡെലിവർ ചെയ്യാൻ അയാൾക്ക് എങ്ങനെയാണ് പറ്റുന്നത്? അതായത് ഇപ്പം മരിക്കാൻ പോവാണ്, ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് ഒതുക്കിയെന്ന് ഒന്ന് സുന്ദരനായിട്ടിരുന്നതെന്ന് പറഞ്ഞാൽ അതും അയാൾ ചെയ്യും. ആ അവശതയിൽ ചെയ്യാൻ പറ്റുന്ന അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ വേറെ ലെവൽ പരിപാടി എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ കുട്ടിക്കാലം, യൗവനകാലം ചെയ്തിട്ടുള്ള വേദാങ് റൈന, അയാൾ അവിടെ എന്തൊക്കെ ചെയ്യണം എന്ന് പറയും. അതായത് നസറുദ്ദീൻ ഷാ അദ്ദേഹത്തിൻ്റെ പ്രായമായ കാലഘട്ടത്തിൽ ചെയ്തു വെക്കുന്ന ആ സാധനമില്ലേ, അദ്ദേഹം അത്ര ഇമ്മൻസ് പെയിനും ആ ഓർമ്മകളും പ്രണയവും ഒക്കെ നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേരാ കാണിക്കുന്നതിനെ ഇവൻ ഇവിടെ ന്യായീകരിക്കണം. അതായത് ഇതെത്ര ശക്തമായ പ്രണയമായിരുന്നു എന്നുള്ളതും ആ കാലഘട്ടത്തിൽ ആ യുവാവിന് നഷ്ടപ്പെട്ടത് എന്തൊക്കെയായിരുന്നു. പഞ്ചാബാണ്, അപ്പം വിഭജനത്തിന് ശേഷം പഞ്ചാബ് രണ്ടാവുമ്പോൾ അവിടെ പ്രദേശം മാത്രമല്ല
മനുഷ്യർ തന്നെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ആവുന്നു, അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഒരു ഹിന്ദു മുസ്ലിം പ്രണയം സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ടും പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഇത് വിഭജന കാലഘട്ടത്തിൽ ആ സമയത്ത് വളരെ അടുത്ത പ്രദേശങ്ങൾ ഒരു അതിർത്തി കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം ആ ഇമോഷൻ നഷ്ടമാവുന്നത് എന്താണ്, അതിൻ്റെ ഡെപ്ത് എന്താണെന്നുള്ളത് ഇതിൽ വളരെ കുറച്ച് സിറ്റുവേഷനിൽ മാത്രം അവൻ്റെ ഒരു എൽഡർ ഒരു വേർഷൻ വരുന്നുണ്ട്. അവിടെയൊക്കെ ഇയാൾ പെർഫോം ചെയ്യുന്ന എന്തൊരു ആർട്ടിസ്റ്റാണോ ഇത്. സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. നസറുദ്ദീൻ ഷാ ചെയ്തു വെക്കുന്നതിനെ ഇവിടെ ന്യായീകരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അത് ഈ പുള്ളിയാണ് ചെയ്തേക്കുന്നത് ഗംഭീരമായിട്ട്. പിന്നെ ദിൽജിത്ത് വേറെ ലെവൽ ഒരു പരിപാടിയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്നിൻ്റെ ജനറേഷനിൽ പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ അയാൾ നിൽക്കണം എന്നാൽ മറ്റേ സാധനത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്ന എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതായത് ഒരേ സമയം നമുക്ക് എവിടെയൊക്കെയോ ഇഗ്നോറൻ്റ് ആയി തോന്നുന്ന ഒരാൾ, പക്ഷേ അയാൾ അങ്ങനെയല്ല. ആ ഒരു ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശർവരി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിന് ഒരു പ്രണയിനി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെയും അവരുടേതായിട്ടുള്ള ചുമ്മാ കുറേ ക്യൂട്ട്നെസ് ഇട്ട് മെഴുകുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ആ ക്യാരക്ടറിനുണ്ട്. ഇവർ ഏറ്റവും കോറായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇത് അല്ലാതെ വേറെയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പം നസറുദ്ദീൻ ഷായുടെ മകനായിട്ടുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ് ആ വേഷം ചെയ്തിട്ടുള്ള ആൾ, ഇദ്ദേഹത്തിൻ്റെ മരുമകളായിട്ട് വരുന്ന. പിന്നെ രണ്ടാമത്തെ മകനെന്ന് തോന്നുന്നു പുള്ളി. അതേപോലെ വേറെയും കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാം കൂടിയൊക്കെ പറയുന്നത് ഞാൻ ഫുൾ കഥ പറയേണ്ടി വരും. പെർഫോമേഴ്സ് തകർത്തിട്ടുണ്ട്. ആൻഡ് വിഷ്വലൈസേഷൻ, കളറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞു ഇത് ബോളിവുഡ് സിനിമയ്ക്ക് ചെയ്യാൻ ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏട്, അവിടെ സംഭവിച്ച കാര്യങ്ങൾ അതിന് അത്രയും റിസർച്ച് ചെയ്ത് അതിനെ റീക്രിയേറ്റ് ചെയ്യണം. ആ പ്രദേശങ്ങളെയൊക്കെ, ആ ആളുകളുടെ വസ്ത്രധാരണ രീതി, മ്യൂസിക്കിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്ത് ഈ പ്രദേശങ്ങളെയൊക്കെ കവർ ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് അത് ബോളിവുഡ് ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യുന്നത്. ബോളിവുഡിന് ഇതൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ടാണ് അവന്മാർ ഒരുമാതിരി അത് പോട്ടെ. അപ്പം ആ കാലഘട്ടത്തിന്, അതുപോലെ പുതിയ കാലഘട്ടത്തിനൊക്കെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതി എന്ന് വെച്ചാൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് കട്ട്സ് പാസ്റ്റും പ്രസൻറ്റും ഒക്കെ മാറി വരുന്നുണ്ട്. നമുക്ക് എവിടെയും ഇതൊരു ജമ്പായിട്ട് തോന്നില്ല. നമുക്ക് എവിടെയും ഒരു മിസ്സിംഗ് ലിങ്ക് ഉള്ളത് പോലെ ഫീൽ ചെയ്യില്ല. ആദ്യം ഈ പ്രായമായിട്ടുള്ള ആൾ പറയുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആവാത്ത കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ നമുക്കത് മനസ്സിലാവുന്നേ. ഇംതിയാസ് അലി എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? പുള്ളിയും നയനിക മക്താനിയും കൂടി ചേർന്നിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. എങ്ങനെ ഇത് ഇവരെ എഴുതി കഴിഞ്ഞിട്ട് വായിച്ചു പോകുമ്പോൾ ഇത് കണക്റ്റ് ആവുമോ, ഇതിങ്ങനെ വിഷ്വൽ പ്ലേസ് ചെയ്താൽ ശരിയാവുമോ എന്ന് ഇവർ തന്നെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? പ്രൊഡ്യൂസർ കൺവിൻസ് ആയിട്ടുള്ളത് എങ്ങനെ ഇത് ആർട്ടിസ്റ്റുകളെ കൺവിൻസ് ചെയ്തെടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്ക് ആലോചിക്കാൻ തോന്നുന്ന പോലെ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക്, AR റഹ്മാൻ മതിയിലോ, അത് മതി. ഞാൻ ശരിക്കും ഈ സിനിമ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ മുഴുവൻ പഴയ ഹിന്ദി പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ പഴയ കുറച്ച് ഹിന്ദി പാട്ടുകളെ ഞാൻ കേട്ടിട്ടുള്ളൂ. അതും ഫുള്ളായിട്ട് പാടാനൊന്നും അറിയില്ല. മ്യൂസിക് തെറ്റിപ്പോവും, വരികൾ തെറ്റിപ്പോവും, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കാൻ തോന്നുന്ന പോലെ നമ്മൾ എവിടെയൊക്കെയോ ആ കാലഘട്ടത്തിലെ സിനിമകളോട്, പാട്ടുകളോട് അവിടേക്ക് ചേർന്ന് നിൽക്കുന്ന പോലെ അമ്മാതിരി AR റഹ്മാൻ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് കോപ്പി അടിച്ചു, അഡാപ്റ്റ് ചെയ്തു എന്നൊന്നുമല്ല. പക്ഷേ അദ്ദേഹം നമ്മളെ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. ഇന്നിൻ്റെ കാലഘട്ടത്തിന് കണക്റ്റ് ആവുന്ന സാധനങ്ങളും ഉണ്ട്, ആ കാലഘട്ടമുണ്ട്. അതിനെ ബ്ലെൻഡ് ചെയ്ത് പുള്ളി കൊണ്ടുപോയിരിക്കുന്നത് ഒരു രക്ഷയില്ല. ഇതൊക്കെയാണ് AR റഹ്മാൻ. ഇതാണ് AR റഹ്മാൻ എന്ന് പറയാൻ തോന്നുന്ന പോലെ അങ്ങനത്തെ ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ, ആ ഇമോഷൻസ് ഒക്കെ എലിവേറ്റ് ആവുന്ന രീതി, പ്രണയം, അതിനൊക്കെ AR റഹ്മാൻ ഇങ്ങനെ എന്താ പറയുക ഏറ്റവും സുന്ദരമാക്കി നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ച് തരികയാണ്. അയാളെപ്പോലെ അയാളേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നിപ്പിക്കുന്ന പോലത്തെ ഗംഭീര മ്യൂസിക്. പക്ഷേ ഇതിനേക്കാളൊക്കെ മുകളിൽ ഇതൊക്കെ അവിടെയുണ്ട്. ഇതൊക്കെ ഈ സിനിമയെ മനോഹരമാക്കുന്നുണ്ട്, ശരി. പക്ഷേ ഈ സിനിമയിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇരിക്കുന്നത് ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ സമയമാണ്. പഞ്ചാബിലെ ഒരു പ്രദേശത്ത് ഒരുമിച്ച് താമസിച്ചിരുന്ന ഹിന്ദു മുസ്ലിങ്ങൾ അവർ സ്പ്ലിറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അതിൽ ഇവർക്കിടയിലുള്ള പ്രണയമുണ്ട്. ഇതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതായത് ഇപ്പം എന്നോട് ഇന്ന് പറയാണ്, നീ ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ജംഗ്ഷൻ മുതൽ ഇത് വേറെ രാജ്യമാണ്, നീ അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെയുള്ളവർ നിൻ്റെ കൂട്ടരല്ല, അവർ മറ്റൊരു വിഭാഗത്തിൽ വിശ്വാസത്തിൽപ്പെടുന്ന ആളുകളാണ്, നീ അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടുന്ന് ഇങ്ങോട്ട് ആരും വരാനും പാടില്ല, അത് നീ നോക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, എടോ ഇത് ഞങ്ങളുടെ നാടാടോ, ഞങ്ങൾ എന്നും പോകുന്ന സ്ഥലമാണ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഞങ്ങളൊക്കെ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ. പക്ഷേ ഇവിടെ ഒരു റിയാലിറ്റി വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അവർ വേറെ എന്ന് പറയുന്ന അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്, ഇവിടെ നമ്മൾ വേറെ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇത് രണ്ടിനെയും മുതലെടുക്കാൻ വേണ്ടി വേറെ എങ്ങു നിന്നോ വന്നിറങ്ങുന്ന കുറേ ആളുകളുണ്ട്. ഇതിൻ്റെ അകത്ത് അത് മാർഷ്യൻസ് എന്നാണ് പറയുന്നത്. അയ്യോ എന്ത് എഴുത്താണ് ഇയാൾ എഴുതി വെച്ചിരിക്കുന്നതെന്നറിയോ. അങ്ങനെ ആ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആ ബൗണ്ടറി അവിടെ സ്ഥാപിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. സാധാരണഗതിയിൽ ഈ അടുത്ത കാലത്ത് വരുന്ന ബോളിവുഡ് സിനിമകൾ, ഈവൻ മലയാള സിനിമകളടക്കം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ഈ പാകിസ്ഥാൻകാർ പ്രശ്നക്കാർ എന്ന് പറയുന്നൊരു സാധനം മാത്രമാണ് കാണിക്കുക, അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിലുള്ള ആളുകൾ അവിടെ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവിടെ വരിക. പക്ഷേ ഇവിടെ
രണ്ടിടത്തും രാക്ഷസന്മാർ ഇറങ്ങിയിരുന്നു. രണ്ടിടത്തും മനുഷ്യരെ വിഭജിക്കാൻ ആളുകൾ ഇറങ്ങിയിരുന്നു. അത് ഈ പറയുന്ന വിശ്വാസികളോ ആ പ്രദേശവാസികളോ പോലും ആയിരുന്നില്ല. അവരിവിടെ വന്നു ആളുകളെ രണ്ട് സ്ഥലത്തും നിലനിൽക്കാനാവാതെ അവർ ആളുകളെ ഓടിക്കുകയായിരുന്നു. അവർ ആളുകളെ ഇല്ലാതാക്കുകയായിരുന്നു. ആ പ്രദേശത്തെ സന്തുലിതാവസ്ഥ നശിപ്പിക്കുകയായിരുന്നു. ആ രാക്ഷസന്മാരവിടെ വന്നിറങ്ങുമായിരുന്നു. അതെന്ത് ബ്യൂട്ടിഫുള്ളി ആണോ ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുള്ളി ആയിട്ടാണ് രണ്ടിടത്തെയും മനുഷ്യരെ നമുക്ക് കാണിച്ചു തന്നിട്ട്, രണ്ടിടത്തും വന്നിറങ്ങുന്ന രാക്ഷസന്മാരെ നമുക്ക് കാണിച്ചു തന്നിട്ട്, ഈ ഓരോ യുദ്ധങ്ങളും ഉണ്ടാകുമ്പോൾ ഇവിടെ ആർക്കാണ് ഇവിടെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, എത്രത്തോളം വേദനയാണ് ഇവിടെ മനുഷ്യർക്ക് ഉണ്ടാകുന്നത്. സ്ത്രീകളാണ് ഒരു കലാപം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഒരു വിഭജനം പോലെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ, യുദ്ധം ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം ക്രൂരതകൾ നേരിടേണ്ടി വരുന്നതെന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ പെയിൻ മുഴുവൻ എന്ന് വെച്ചാൽ ആ പെയിനിൽ ചില ആൾക്കാർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും എല്ലാം ചേർന്നിട്ട് എന്ത് ഗംഭീരമായിട്ടാണ് അവർ ഗംഭീരം എന്ന് എങ്ങനെയാണ് അതിന് പറയാമെന്നറിയില്ല. എന്ത് ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അവർ ഇത്രയും പവർഫുള്ളായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്നറിയോ. ആ സീനുകളൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ എന്താ പറയുക, നമ്മൾ ശ്വാസം എടുക്കാൻ മറന്നു പോകുന്നു എന്ന് പറയുന്ന പോലെ എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടിയത്, എന്തൊക്കെയാണ് ഇന്നും ആൾക്കാർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അപ്പൂപ്പൻ്റെ പഴയ പ്രേമത്തിനെ തപ്പി പോകുന്നതെന്നുള്ള ചോദ്യത്തിന് ഇതിൽ കൊച്ചുമോൻ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അന്ന് കിട്ടാതെ പോയ കുറേ ക്ലോഷേഴ്സ് ഉണ്ട്. അത് നേടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അന്ന് എന്താ സംഭവിച്ചതെന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കും ആളുകൾ തുറന്നു പറയാത്തതിൻ്റെ പേരിൽ ചരിത്രം ഇതാണ് എന്ന് പറഞ്ഞ് ചരിത്രത്തിനെ അപനിർമ്മിച്ച ആളുകളെ ഇന്നും തമ്മി തല്ലിക്കുന്ന, ഇന്നും അതിർത്തികൾക്ക് വേണ്ടി യുദ്ധം ചെയ്യിക്കുന്ന അവസ്ഥയിൽ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? അതേ ഞാൻ പറഞ്ഞത്, ഞാൻ എവിടുന്നാണ് തുടങ്ങിയത്? ഒരു പ്രേമകഥയാണ്. ഞാൻ ട്രെയിലർ കാണുമ്പോൾ അത്രേ പ്രതീക്ഷിച്ചുള്ളൂ. ആ കാലഘട്ടത്തിൽ ഒരു പ്രേമം, കുറേ വർഷങ്ങൾക്ക് ശേഷം അപ്പൂപ്പന് പ്രായമായി അയാൾ പഴയ കാമുകിയെ അന്വേഷിച്ചു പോകുന്നു, ബസ്. പക്ഷേ ഈ സിനിമ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇതിങ്ങനെ പോവുക, കടൽ പോലെ കിടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ മനുഷ്യന്മാരുടെ വേദന അറിയാൻ പറ്റുകയാണെങ്കിൽ, എനിക്കത് ഫീൽ ചെയ്തു. കുറേ നേരത്തേക്ക് ഞാൻ അങ്ങനെ ഇരുന്ന് പോയി. എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ നഷ്ടപ്പെടുത്തിയിട്ട്, നമ്മൾ ഈ ചുറ്റും കാണുന്ന എത്രയോ ആളുകൾക്ക് എത്രയോ പെയിൻഫുൾ ആയിട്ടുള്ള കഥകളുണ്ടാവും. അതിലവരെന്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ആ നഷ്ടപ്പെടുത്തലുകളൊക്കെ അവർ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതായിരിക്കുമോ? ഞാൻ പറയുന്നത് ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി. ഒരു വലിയ ക്യാൻവാസിൽ വലിയൊരു ചിത്രം വരച്ച് നമ്മുടെ മുന്നിൽ തന്നേക്കാണ്. നിങ്ങൾക്കതിൽ ഏത് പാർട്ട് വേണമെങ്കിലും കാണാം, ഏതിനെക്കുറിച്ച് വേണമെങ്കിലും സംസാരിക്കാം, ചിന്തിക്കാം, പങ്കുവെക്കാം. അതിനൊക്കെ ഉള്ളത് ചേർത്ത് വെച്ചിട്ട് ഞാൻ ഇംതിയാസ് അലിയുടെ അന്നും ഇന്നും ഏറ്റവും എന്താ പറയുക അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു സിനിമ എന്ന് പറയുന്നത് റോക്ക് സ്റ്റാറാണ്. ഞാൻ 1-2 വട്ടം ആ പടം കണ്ടിട്ടുണ്ട്. എനിക്ക് ഇനി ആ പടം കാണാൻ പറ്റുമോ എന്നറിയില്ല. കാര്യം അന്ന് ആ പടം തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുന്ന സമയത്ത് അത് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫീലുണ്ട്. മറ്റേ നാദാ പരിന്തേ ഗർഗാജ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ഇത് തന്നെയാണോ അതിൻ്റെ വരിയെന്ന് എനിക്കറിയില്ല. ഞാനതൊക്കെ കണ്ണൂർ ടു എറണാകുളം ട്രെയിനിൽ റിപ്പീറ്റ് മോഡിലിരുന്ന് കേട്ടിട്ടുണ്ട്. ആ പടം കണ്ടിട്ട് ഈ പാട്ട് മാത്രം, വേറെ ഒന്നുമില്ല, ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചിരുന്ന് എന്തോ എവിടെയോ നമ്മളെ തിരിച്ച് വിളിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലില്ലേ, ഉള്ളിലേക്ക് വലിയുന്ന പോലെ. അങ്ങനത്തെ ഒരു ഫീല്, ആ ഫീല് വീണ്ടും അയാൾ എനിക്കൊരു ഫുൾ സിനിമയിൽ തന്നു. എന്തോ ഇങ്ങനെ ഉള്ളിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകത്തെല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവിച്ചതെന്നല്ല, പക്ഷേ ലോകത്തെല്ലായിടത്തും മനുഷ്യർ കടന്നു പോയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഇമോഷൻസ്, അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, അതൊക്കെ ഇതുപോലെ തന്നെയാണ്. ദിസ് ഇസ് ലൈക്ക് ഇറ്റ്സ് എ ട്രൂലി ഇൻ്റർനാഷണൽ സ്റ്റഫ് ഫ്രം ബോളിവുഡ് എന്ന് പറയുന്ന പോലെ. ഇതൊക്കെ ബോളിവുഡിനെ ചെയ്യാൻ പറ്റും. അവന്മാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇതുപോലത്തെ സിനിമകൾ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും വലിയ കഥകൾ, മനുഷ്യനെ തൊടുന്ന പോലെയുള്ള കഥകൾ ഉണ്ടാക്കുക, ഉള്ള ക്രിഞ്ച് കഞ്ഞി പടങ്ങളൊക്കെ എടുക്കുന്നതിന് പകരം എന്ന് തോന്നിപ്പോകുന്ന പോലത്തെ ഒരു അടിപൊളി പടം. പ്രണയമുണ്ട്, യുദ്ധമുണ്ട്, സ്വന്തം മണ്ണിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്, നഷ്ടപ്പെട്ടവരെ കാണാൻ പറ്റുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇതിനേക്കാൾ എത്രയോ സുന്ദരമായനെ എന്ന് പറയുന്ന ഒരു വലിയ ഇൻസൈറ്റ് നമ്മുടെ മുന്നിൽ തരുന്നുണ്ട്. ചിന്തിക്കാൻ പറയുന്നുണ്ട്, രസമുള്ള പാട്ടുകൾ തരുന്നുണ്ട്, മനോഹരമായിട്ടുള്ള വിഷ്വൽസ് തരുന്നുണ്ട്. ഒരു സിനിമാ പ്രേമിക്ക് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഐ ഗോട്ട് സംതിങ്, എന്തോ എന്നെ ഇവിടെ ടച്ച് ചെയ്യിച്ചിട്ടുണ്ട്, ഒരു സിനിമ എക്സ്പീരിയൻസ് കിട്ടി എന്ന് പറയുന്ന ഒരു ഫീല് തന്ന സിനിമ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.